ഇഖ്ലാസോടുകൂടി റമദാനെ സ്വീകരിക്കാൻ. നിഷ്കളങ്കമായ മനസ്സ്, പോര്, അസൂയ, കുരുട്ട്, കുശുമ്പ്, സകലമായ ജീർണതകളുള്ള മനസ്സുമായി റമദാനെ സ്വീകരിക്കാതിരിക്കാൻ. ഇഖ്ലാസോടുകൂടി റമദാനെ സ്വീകരിക്കാൻ, നിഷ്കളങ്കമായ മനസ്സോടുകൂടി നോമ്പിനെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇടപാട് ക്ലിയർ ആവണം, ബന്ധങ്ങൾ ക്ലിയർ ആവണം. നോമ്പാണെങ്കിലും എല്ലാ ബന്ധുവീട്ടിലൊക്കെ പോയിട്ടൊന്ന് പൊരുത്തപ്പെടിക്കാൻ. നോമ്പ് കഴിഞ്ഞിട്ടേ ഹജ്ജുള്ളൂ, പക്ഷെ ഹജ്ജിന് പോകുമ്പോൾ കാറിലൊക്കെ പോയിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കും. അപ്പൊ ആളുകളെ തെറ്റി പിണങ്ങി, ആളുകൾ അവകാശം കവർന്നെടുത്ത് അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ട് പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നോമ്പിന് ഒരാഴ്ച സമയമുണ്ട്, അല്ലെങ്കിൽ 3-4 ദിവസം സമയമുണ്ടെങ്കിൽ വിശുദ്ധ റമദാനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ബന്ധുവീടുകളിൽ സന്ദർശിക്കുക. എന്നിട്ട് ഹദിയൊക്കെ കൊടുക്കുക. എന്തെങ്കിലും കാരണങ്ങളാൽ ദീർഘകാലം ബന്ധം നിലനിൽക്കാത്ത മനുഷ്യന്മാരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, സഹപ്രവർത്തകരുണ്ടാവും, അവരൊക്കെ ഒന്ന് വിളിക്കുക. നോമ്പാണ് വരാൻ പോണതെന്ന് വളർത്തുക. സാധിക്കുമെങ്കിൽ ബന്ധങ്ങൾ ചേർക്കാൻ ഏറ്റവും നല്ലത് ഹദിയയാണ്. ഒരു മനുഷ്യൻ നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് ഹദിയയാണ്. കാരണം റസൂലുള്ളാഹിന്റെ സമ്പാദ്യം ഹദിയയാണ്.